ശ്രീ അലക്സ് ഒഴികയിൽ ഈ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ചിന്തിക്കുന്നത് അയ്യോ ഒരു വന്യജീവി ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നു അതിന്റെ പ്രശ്നങ്ങൾ. ഇന്നിപ്പോൾ നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ ചിന്തിക്കുന്നത്, മനുഷ്യത്വമുള്ളവർ എന്ന രീതിയിൽ ചിന്തിക്കുന്നത്, ആ ആന മരിച്ചുപോയി, അതിനോട് നീതി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ എന്നുള്ളതാണ്. രണ്ട് സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ്. ഇതിനിടെ നമ്മൾ എപ്പോഴും എല്ലാ കാലത്തും നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ജനങ്ങളുടെ പ്രശ്നത്തിന് തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യവുമാണ്. എന്നിരുന്നാലും എന്താണ് ചെയ്യാൻ കഴിയുക പരമാവധി, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് സാധ്യമാകാതെ പോകുന്നുമുണ്ട്. സംഷാദ് മരിക്കാർ നേരത്തെ പറയുന്നു, ഇതിന് ഡാർട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാലതാമസം ഉണ്ടാകുമ്പോഴാണ് ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാതെ ഇരുന്നത്. എങ്ങനെയാണ് മലയോര ജനതയ്ക്ക് ഇതിനെ നേരിടാൻ കഴിയുക? മധു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. ഓക്കെ, ശരി. അത് എനിക്കൊരു ഒരു 5 മിനിറ്റ് സമയം തരണം. കാരണം നമ്മൾ ഇതിന്റെ റൈറ്റ് പെർസ്പെക്റ്റീവിൽ കാണുന്നില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇവിടെ ഇപ്പം ആന ചത്തതിലോ ചെറിയതിലോ ഒക്കെ വലിയ ദുഃഖം രേഖപ്പെടുത്തി. ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം ആദ്യം തന്നെ പറയാണ്, ഈ ആന ചത്തതിൽ എനിക്ക് യാതൊരു ദുഃഖവും ഇല്ല, ഒരു വിഷമവും ഇല്ല. കാരണം നമ്മൾ അതിന്റെ റൈറ്റ് പെർസ്പെക്റ്റീവിൽ കാണാനുള്ളതാണ്. കാരണം കൺസർവേഷൻ ഇസ് ഡൺ അറ്റ് എ സ്പീഷീസ് ലെവൽ. Not every individual element within a species need not be rescued or protected. ആ സ്പീഷീസിന്റെ സംരക്ഷണമാണ് പ്രധാനം. ഒരാന ചത്തു എന്നതുകൊണ്ട് ഈ ഏഷ്യൻ എലഫൻസ് എന്ന് പറയുന്ന സ്പീഷീസിന്റെ സംരക്ഷണത്തിന് യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല. ലോകത്ത് മുഴുവൻ 45,000 ഏഷ്യൻ ആനകളാണ് ഉള്ളത്. അതിൽ 30,000 എണ്ണം ഇന്ത്യയിലാണ്. അതിൽ 15,000 എണ്ണം കേരളം, തമിഴ്നാട്, കർണാടക എന്ന ഈ ലാൻഡ്സ്കേപ്പിലാണ്. കേരളത്തിൽ 6,000, കർണാടക 6,000, തമിഴ്നാട് 3,000, 15,000 ആനകളാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിലുള്ളത്. അവിടെ ഈ ഒരു ആന ചത്തുപോയെന്ന് വിചാരിച്ച് ഈ പറയുന്ന ഏഷ്യൻ എലഫൻസ് വംശനാശ ഭീഷണി നേരിടുവോ? ഇല്ലല്ലോ. ഇതിൽ കൂടുതൽ ആനകൾ വനത്തിനുള്ളിൽ കുത്തുകൂടി ചാവുന്നില്ലേ? മറ്റു പല കാരണങ്ങൾ കൊണ്ട് ചാവുന്നില്ലേ? ഏകദേശം ഇങ്ങനെ പല തരത്തില് ആനകൾ കൊല്ലപ്പെട്ടിട്ടും ഒരു വർഷം ഇന്ത്യയിൽ 600ഓളം ആനകൾ കൂടിയാണ്. എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞു, വനത്തിൽ വന്യജീവികൾ പെരുകുന്നു എന്നൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ, റിട്ടയർ ചെയ്ത ഒരാളാണെങ്കിൽ പോലും വന്യജീവികൾ പെരുകുന്നു എന്നൊരു പോയിന്റ് പറയുന്നത്. അത് വളരെ സന്തോഷകരമുള്ള ഒരു കാര്യമാണ്. അതാണ് ഇതിന്റെ റിയാലിറ്റി. അതുകൊണ്ട് ഈ ഒരാന ചത്തതിൽ ഒരു ദുഃഖവും വേണ്ട ആർക്കും. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഏഷ്യൻ എലഫന്റ് എന്ന സ്പീഷീസ് ഇൻടാക്ട് ആയിട്ട് ഇന്ത്യയിലുണ്ട്, ഒരു സംശയം വേണ്ട. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ എന്താ ചർച്ച ചെയ്യുന്നത്? അതിനെ ഡാർട്ട് ചെയ്ത് ശരിയായോ? അതിന്റെ ഡോസ് കൂടിപ്പോയോ? ഇതൊക്കെ ഓപ്പറേഷണൽ മാറ്റേഴ്സ് ആണ്. അത് വനം വകുപ്പിൽ മിസ്റ്റേക്ക് വന്നിട്ടെങ്കിൽ അത് അവർ ചെയ്യട്ടെ. അതല്ലല്ലോ ഇവിടുത്തെ പോയിന്റ്. ഇവിടെ ചർച്ച ചെയ്യേണ്ട പോയിന്റ് ഈ മാനന്തവാടി എന്ന് പറയുന്ന ജനവാസ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഈ പറയുന്ന റേഡിയോ കോളറിൽ ആന എങ്ങനെ ചർച്ച തുടങ്ങിയത് നമ്മുടെ വനം വകുപ്പ് മന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വനം വകുപ്പിന്റെ മന്ത്രിയാണ്. ജനങ്ങളുടെ സുരക്ഷയും വന്യമൃഗങ്ങളുടെ സുരക്ഷയും ഒരുപോലെയാണ്. അങ്ങ് പറയുന്ന പോലെ സ്പീഷീസിന്റെ സംരക്ഷണം മാത്രമൊന്നുമല്ല നിയമം അനുവദിച്ചു നൽകിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഒരു പന്നിയെ വെടിവെക്കണമെങ്കിൽ എത്രത്തോളം വലിയ പ്രശ്നമുണ്ട്, അതിനുവേണ്ടി എത്രത്തോളം വലിയ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു വന്യമൃഗത്തെ പോലും അതിന്റെ സ്പീഷീസ് നിലനിൽക്കുന്നതിന് തടസ്സമാകില്ല എന്നൊരു വാദം ഉന്നയിച്ചുകൊണ്ടൊന്നും അതിനെ അതിക്രമിക്കാൻ കഴിയില്ല. അതിനോട് ചെയ്യേണ്ട നീതി അതിനോട് ചെയ്യണമെന്ന് തന്നെയാണ് നിയമം പറയുന്നത്. മധു, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിലേക്ക് കൃത്യമായിട്ട് അതിലേക്ക് വരാം. എനിക്കൊരു സമയം തരണം. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച വന്യജീവി സംരക്ഷണ നിയമമുള്ളത് US-ലാണ്. US-ന്റെ പല നിയമങ്ങളും നമ്മൾ കോപ്പി അടിച്ചിട്ടുണ്ട്. US-ൽ എൻഡേഞ്ചർഡ് സ്പീഷീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് 1973 വന്നിട്ടുണ്ട്. നമ്മുടെ ആക്ട് വന്നത് 1972 ഈ ആക്ട് പ്രകാരം എൻഡേഞ്ചേർഡ് സ്പീഷീസ്, അതായത് വംശനാശ ഭീഷണിയുള്ള ജീവികൾക്കാണോ പരിരക്ഷ. അതായത് ഉദാഹരണത്തിന് ഈ ഈഗിൾ എന്ന് പറയുന്ന സാധനം, അമേരിക്കൻ ഈഗിൾ, നമ്മുടെ അമേരിക്കയുടെ സർക്കാരിന്റെ മുദ്രയിലൊക്കെ ഒരു ഈഗിളില്ലേ, കഴുകൻ. ആ കഴുകൻ വംശനാശ ഭീഷണിയുള്ള ഒരു ജീവിയായിരുന്നു. 30 വർഷം അത് എൻഡേഞ്ചേർഡ് ലിസ്റ്റിലായിരുന്നു. 2007 US ഗവൺമെന്റ് അത് എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റി. അതിനിപ്പോ നിയമപരിരക്ഷയില്ല. അതുപോലെ തന്നെ അലിഗേറ്റർ, അമേരിക്കൻ അലിഗേറ്റർ എന്ന് പറയുന്ന ഒരു മുതലയുടെ ഒരു വകഭേദമുണ്ട്. അത് എൻഡേഞ്ചേർഡ് ലിസ്റ്റിലായിരുന്നു, ഇപ്പൊ അതില്ല. അങ്ങനെ 100 കണക്കിന് ജീവികളെ ഈ ESA എന്ന നിയമം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക സമയാസമയങ്ങളിൽ അതിന് കൃത്യമായി കണക്കെടുത്തുകൊണ്ട്, അതാണ് ശാസ്ത്രീയമായിട്ടുള്ള ക്യാരിയിങ് കപ്പാസിറ്റി കണക്കും എടുത്തുകൊണ്ട് ഏതിനാണോ പ്രൊട്ടക്ഷൻ വേണ്ടത് അതിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുകയും അത് എണ്ണത്തിൽ കൂടി കഴിയുമ്പോൾ ആ പ്രൊട്ടക്ഷൻ എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ നിന്ന് മാറി കഴിയുമ്പോൾ അതിനെ മാറ്റുകയും ചെയ്യുന്നു. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. തുടക്കം മുതൽ പറയുന്ന കാര്യം ഇതാണ്. ഇന്ത്യ എന്ന രാജ്യത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സയന്റിഫിക് മാനേജ്മെന്റ് പോളിസി ഇല്ല വൈൽഡ് ലൈഫിന്റെ കാര്യത്തിൽ. അതാണ് ഇതിന്റെ റൂട്ട് കോസ്. അത് പരിഹരിക്കാതെ നമ്മൾ ഈ ചർച്ച നടത്തിയിട്ട് ഡോസും ഡാർട്ടിങ്ങും ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. സ്പീഷീസ് ആണ്, ഞാൻ മാധു പറഞ്ഞതിനെ പൂർണ്ണമായും കണ്ണിക്കുകയാണ്. സ്പീഷീസ് ആണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. സംശയം ഉണ്ടെങ്കിൽ മാധുവിനെ നോക്കാം, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. UK, ഓസ്ട്രേലിയ, USA
ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ് പ്രാധാന്യം, അല്ല ഇൻഡിവിജ്വൽ അത് എലമെന്റ്സ് അത് അല്ല. നോക്കൂ, കാരണം അത്തരം സയന്റിഫിക് ആയിട്ട് അതാണ് സയന്റിഫിക് എങ്കിൽ അത് പരിഗണിച്ചുള്ള നിയമമാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള നിയമം അനുസരിച്ചല്ലേ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു വന്യമൃഗത്തെ പോലും എത്രത്തോളം അതിൽ എക്സസ് ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരു വന്യമൃഗത്തെ പോലും ഉപദ്രവിക്കാനോ ഭക്ഷ്യയോഗ്യമാക്കാനോ അങ്ങനെ ഒന്നും കഴിയില്ല. ഇപ്പോൾ ഈ പന്നിയുടെ അതിക്രമം ഉണ്ടാകുമ്പോൾ പോലും അതൊരു വലിയ വിഷയമായി വരുന്നത് എന്തുകൊണ്ടാണ്? ഉപദ്രവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ല മാധു, അതിൽ കുറച്ച് ശരിയുണ്ട്, കുറേയേറെ തെറ്റുമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നിലവിലുള്ള നിയമത്തിൽ പോലും കാട്ടുപന്നിയെ ശുദ്ധജീവിയാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ആർട്ടിക്കിൾ 62 പ്രകാരം. അത് പ്രപ്പോസൽ പോയിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ പല കാരണങ്ങളും അംഗീകരിച്ചില്ല. പക്ഷെ ഇപ്പോൾ പോലും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അതിനെ കൊല്ലാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കണ്ടീഷണൽ ഉത്തരവാണ്. അതെ അപ്പൊ അതിനകത്ത് പ്രൊവിഷൻ ഇല്ല എന്ന് പറയുന്നത്, ചില പ്രൊവിഷൻസ് ഉണ്ട്, പക്ഷെ അത് അപ്രായോഗികമാണ് എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ നമ്മളുടെ ചർച്ച പോകേണ്ടത് നമ്മുടെ വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് റെജീം മാറുന്നതിനെ പറ്റി ചർച്ച വരണം. ഈ പറയുന്ന വന്യജീവികളുടെ എണ്ണം കൂടി എന്ന് ഇവിടുത്തെ കൺസർവേഷനിസ്റ്റ് അംഗീകരിക്കണം. എണ്ണം കുറയ്ക്കുക എന്നുള്ളതും ഇത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള അധികാരം ലോക്കൽ അഡ്മിനിസ്ട്രേഷന് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ ഒറ്റ കാര്യം കൂടെ മാധു, ഒറ്റ ഒരു പോയിന്റ്, ഒറ്റ മിനിറ്റ്. 1957 മാനന്തവാടിയിൽ ഇതിനു മുമ്പ് ആന വന്നത്. അന്ന് മാനപാണ്ഡിതൻ സബ് കളക്ടർ പോലുമല്ല, സബ് കളക്ടർ ഈ ആനയെ വെടിവെച്ചുള്ള ഉത്തരവിട്ടു, ആനയെ വെടിവെച്ച് കൊന്നു. ഇന്നലെ ഞാൻ പറയും, ഈ ജില്ലാ കളക്ടർ മാനന്തവാടിയിൽ വന്നിരുന്നല്ലോ. ഈ ആന ഭാഗ്യത്തിന് ആരെയും കൊന്നില്ല. അത് കൊന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവർ നോക്കി വെക്കേണ്ട കാര്യമുണ്ടോ? അതായത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് പവർ ഉണ്ട്, നിയമം ഇല്ല എന്ന് പറയരുത്. CRPC 133(1)F പ്രകാരം നോയിസൻസ്, അത് നോയിസൻസ് റിമൂവ് ചെയ്യാനുള്ള സാധന. എനി ആനിമൽ, ഏത് മൃഗത്തെയും വെടിവെച്ച് കൊല്ലാനോ മറ്റു രീതിയിൽ പിടിച്ചു മാറ്റാനുള്ള ഉത്തരവാദിത്വം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ കളക്ടർമാർ അത് ഉപയോഗിക്കുന്നില്ല? കോട്ടയത്ത് കാട്ടുപോത്ത് 2 പേരെ വെടിവെച്ച് കൊന്നു. ഞാൻ ആ സ്ഥലത്ത് പോയ ആളാ. കളക്ടറെ കൊണ്ട് ആ ഉത്തരവ് ഞങ്ങൾ ഇടിപ്പിച്ചു, ഞങ്ങളുടെ ലീഗൽ ടീം ഇടപെട്ട് ഇടിപ്പിച്ചതാണ്. പക്ഷെ അതിന് DF കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാവോ? ഇത് കളക്ടർക്ക് ഉത്തരവിടാൻ അധികാരം ഇല്ലെന്നാ പറഞ്ഞത്. അത് പറയാൻ DFOക്ക് എന്താ അധികാരം? മാനന്തവാടി സബ് കളക്ടർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. കർണാടകയിലും മൈസൂരിൽ 2 മാസം മുമ്പ് 3 പേരെ കൊന്ന പുലിയെ വെടിവെച്ച് വന്നത് CRPC 131 ഉപയോഗിച്ചിട്ടാണല്ലോ. പിന്നെന്താ, എന്തുകൊണ്ട് വനം വകുപ്പ് ഇത്ര നിഷേധാത്മകമായിട്ടുള്ള നിലപാടെടുക്കുന്നു എന്നുള്ള ചോദ്യം, അത് ചോദ്യം ചെയ്യാനുള്ള ആർജവം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കില്ല. ഇപ്പൊ സംഷാദ് മരക്കാർ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ഈ ആന ഇവിടെ വന്നതിൽ വനം വകുപ്പിന്റെ ഭാഗത്ത് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനുള്ള ആർജവം ഈ സംഷാദ് മരക്കാർ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. മാനന്തവാടി മുനിസിപ്പാലിറ്റി ഇന്നൊരു പ്രമേയം പാസാക്കി. എന്താണെന്നറിയോ? ആന മരിച്ചതിൽ അഗാധമായ ഞടുക്കവും ദുഃഖവും രേഖപ്പെടുത്തുന്നു. 2 ആഴ്ച മുമ്പ് തിരുനെല്ലിയിൽ ഒരാളെ ആന ചവിട്ടി കൊന്നപ്പോൾ ഈ പറഞ്ഞ മാനന്തവാടി നഗരസഭയ്ക്ക് ഒരു ദുഃഖവും ഇല്ലായിരുന്നല്ലോ, ഒരു ഞെട്ടലും ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇവർ ആർക്കു വേണ്ടിയാ ഭരിക്കുന്നത്? ഇവരെ വോട്ട് ചെയ്ത് വെച്ചത് ജനങ്ങളാണ്. ജനങ്ങൾ ഭരിക്കുമ്പോൾ ഇവർക്ക് ദുഃഖമില്ല, ആശങ്കയില്ല. ആന ചാകുമ്പോഴും പന്നി ചാകുമ്പോഴും ഇവർക്ക് ദുഃഖം. ഈ രീതിയിലുള്ള സംഘടനകളുടെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ് അങ്ങ് പറയുന്നത്. അങ്ങ് ഉറച്ചു നിൽക്കുന്ന ബോധ്യത്തിലുമാണ്. അതാണ് ശരിയായ നിലപാട്. ശരി. അല്ല, പലതരം നിലപാടുകളുണ്ടല്ലോ, പലതരം നിലപാടുകൾ പറയാനുള്ള വേദിയാണ് ചർച്ചകൾ എന്ന് പറയുന്നത്, ശ്രീ അലക്സ് ഒഴികെ. പക്ഷെ ഒരു വന്യജീവിയോട് പെരുമാറുന്നതിൽ നിയമം നിഷ്കർഷിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം വിമർശനങ്ങൾക്ക് കൂടി ഇടയുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനെ അംഗീകരിക്കാതെ ഒന്നും മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. തീർച്ചയായിട്ടും നിയമത്തിലുള്ള പ്രൊവിഷൻ ചെയ്യുന്നില്ല. ശരി.